ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇറച്ചിയും കൊള്ളിയും കൂടെ പാൽക്കപ്പയും. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 കിലോ ബീഫ്, അത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇടുക. 3 പച്ചമുളക് അരിഞ്ഞിട്ട് വേപ്പില ഇട്ട് 3 തക്കാളിയും 3 സവോളയും അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ബീഫിൽ പുരട്ടുക. മഞ്ഞളും മല്ലിയും മസാലയും ഇറച്ചി മസാലയും കൂട്ടിയിട്ട് കാശ്മീരി ചില്ലിയും 2-3 സ്പൂൺ എല്ലാം കൂടി ചേർത്ത് സാധാരണ മുളക് പൊടിയും 2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കാം. ഇറച്ചി മസാലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ലേശം വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറ് അടച്ച് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിക്കുക. 2-3 വിസിൽ കാണിച്ച് ആവി പോയതിന് ശേഷം നോക്കുക. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. ഒരടുപ്പത്ത് കപ്പ വെച്ചിട്ട് ഇറച്ചിയെല്ലാം വറ്റി വരുമ്പോൾ അതിലേക്ക് ചേർക്കുക. കുരുമുളകും കൂടി 2-3 സ്പൂൺ കുരുമുളക് ചേർത്ത് കപ്പയും കൂട്ടി ഇളക്കി അങ്ങനെ നമ്മുടെ ഇറച്ചിയും കൊള്ളിയും തയ്യാറായി. പിന്നെ പാൽക്കപ്പ, കുറച്ച് കപ്പ എടുത്ത് വേവിച്ച് നന്നായിട്ട് ഉപ്പിട്ട് ഉടച്ച് അതിലേക്ക് അരമുറി തേങ്ങ തിരുമ്പി പാലെടുത്ത് ഒഴിച്ച് പാല് കുറുകി കഴിഞ്ഞാൽ പാൽക്കപ്പ തയ്യാറായി. അതിലേക്ക് വറവ് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി വറുത്തിട്ട് നമ്മുടെ പാൽക്കപ്പയും തയ്യാറായി. അങ്ങനെ സ്വാദിഷ്ടമായ പാൽക്കപ്പയും ഇവിടെ തയ്യാറായി.